എല്ലാവർക്കും നമസ്കാരം. ഞാൻ സനാനീഷ്. സെൻ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ കലാസംവിധായകനും പുല്ലാങ്കുഴൽ വിദഗ്ധനുമായ ശ്രീ ഡാനി മുസ്രീസാണ്. ഡാനി മുസ്രീസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. പുതിയ വിശേഷങ്ങൾ എല്ലാം നല്ല വിശേഷങ്ങളാണ്. പക്ഷേ ഇപ്പോൾ കൊറോണയൊക്കെ ഉള്ളതുകൊണ്ട് വിശേഷങ്ങൾക്ക് കുറച്ച് മങ്ങലുണ്ട്. പൊതുവെ കേരളത്തിലെ ലോകത്തിലുള്ള കലാകാരന്മാർ അനുഭവിക്കുന്ന പോലെ നമ്മളും ആ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കലാകാരന്മാരുടെ പ്രശ്നങ്ങൾ പൊതുവെ എല്ലാവർക്കും ഒരുപോലെ തന്നെ ആയിരിക്കുള്ളൂ. പുല്ലാങ്കുഴലിലെ താങ്കളുടെ ആദ്യത്തെ ഗുരു ആരായിരുന്നു? കുഞ്ഞിത്തൈയിലുള്ള മണിയമാഷാണ് എൻ്റെ ഗുരു, ആദ്യ ഗുരു. എന്നെ 8ാം ക്ലാസ് മുതൽ ഓടക്കൂട് പഠിപ്പിച്ചിരുന്നത് മണിയമാഷായിരുന്നു. അദ്ദേഹം ഒന്നും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. പിന്നീട് സുജിത്ത് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ അടുത്ത് പോയിരുന്നു, ചേന്നാമംഗലം. പിന്നെ PR മുരളി സാറ്. അങ്ങനെ 3 അധ്യാപകരുടെ കെയർ ഓഫിലാണ് ഞാൻ ഫ്ലൂട്ട് പഠിച്ചത്. പിന്നെ RLV മ്യൂസിക് ആൻഡ് ഫൈൻ ആർട്സ് കോളേജിലുണ്ടായിരുന്നു, ഫൈൻ ആർട്സ് ആയിരുന്നു പഠിച്ചിരുന്നത്. പിന്നെ അവിടെ നിന്നുള്ളൊരു കണക്ഷൻ ബേസ് ചെയ്തിട്ട് അവിടെ കുറച്ച് നല്ലൊരു സൗഹൃദങ്ങളുണ്ടായിരുന്നു. അവരിലൂടെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാൻ പറ്റി. ഇനി നമുക്ക് കുറച്ച് കുടുംബവിശേഷത്തിലേക്ക് പോവാം. വീട്ടിൽ ആരൊക്കെയാണുള്ളത്? വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി, വൈഫ്. അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞ് പിന്നെ അങ്ങനെ കുടുംബ ഭരണമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വീട്ടിലെ ഏറ്റവും കൂടുതൽ ഈ ഒരു മേഖലയിൽ ചേട്ടനെ പ്രോത്സാഹിപ്പിക്കുന്നത് ആരായിരിക്കും? വീട്ടിലെ അച്ഛനും അമ്മയും വൈഫും എല്ലാവരും പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്, പ്രോത്സാഹനം. പിന്നെ നാട്ടിൽ നിന്നും ഒരുപാട് പ്രോത്സാഹനങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു പ്രോത്സാഹനം എനിക്കിപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും ന്യൂനത ഉണ്ടെങ്കിൽ ന്യൂനത പറയാനും അങ്ങനെ ഒരുപാട് നല്ല ഫ്രണ്ട് സർക്കിളുണ്ട്. ഇനി നമുക്ക് ഡാനി ചേട്ടൻ്റെ ഒരു ലൈവ് പെർഫോമൻസ് കാണാം. അടിപൊളി, വളരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. സിനിമാ മേഖലയിലേക്ക് കലാസംവിധായകനായിട്ടുള്ള താങ്കളുടെ ആ ഒരു എൻട്രി അതെങ്ങനെയാണെന്ന് പറയാമോ? ചെറുപ്പം മുതൽ സിനിമയോടുള്ള താല്പര്യം, പിന്നെ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ ആർട്ട് ഡയറക്ഷൻ ചെയ്യണം എന്നുള്ളൊരു താല്പര്യമൊക്കെ വരുന്നത്. വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് അറിവൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. പിന്നീട് ആ ലക്ഷ്യത്തിന് വേണ്ടി ഒരുപാട് ചാൻസ് ഉപയോഗിച്ച് നടന്നിട്ടുണ്ട്. പിന്നെ ആർട്ട് ഡയറക്ടർ സുരേഷ് കൊല്ലം, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഒരു 3 വർഷം വർക്ക് ചെയ്തിരുന്നു. സെല്ലിലോയിഡ്, നടൻ, അങ്ങനെ നിരവധി ഹിറ്റുകളായിട്ടുള്ള കുറച്ച് പടങ്ങൾ നമ്മൾ കമൽ സാറിൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇൻഡിപെൻഡൻ്റ് ആയത് അനിൽ സൈൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട് നമ്മുടെ പറവൂർ തന്നെ, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ആളാണ്. അനിലേട്ടൻ്റെ പടത്തിലാണ് നമ്മൾ ആദ്യമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആവുന്നത്. 2013 കലാസംവിധാനത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയിരുന്നല്ലോ. ആ ഒരു അവാർഡ് കിട്ടിയെന്നറിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു മാനസികാവസ്ഥ ആദ്യമായിട്ട് കിട്ടുന്നൊരു അവാർഡാണ് അത്. അനിൽ സൈൻ ഡയറക്ഷൻ ചെയ്ത ഫ്രെയിം ടു ഫോട്ടോകോണിസ്റ്റ് സലിം കുമാർ എന്നുള്ളൊരു വർക്കിന് വേണ്ടിയാണ് കിട്ടിയത്. അത് വളരെ ആദ്യമായിട്ട് കിട്ടുന്നൊരു ഉപഹാരമായിരുന്നു. അത് വളരെ സന്തോഷമുണ്ടായിരുന്നു. ആ ഒരു അവാർഡിന് ശേഷം ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതിനുശേഷം ഒരുപാട് നല്ല പടങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റി, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. പിന്നെ ഇപ്പോൾ കഴിഞ്ഞത് കിനാവള്ളി, ഡയറക്ടർ സുഗീതേട്ടൻ ഡയറക്ഷൻ ചെയ്ത പടമായിരുന്നു.
ഡാനി ചേട്ടാ, ഇത്രയും സമയം ഡാനി ചേട്ടൻ്റെ വിശേഷങ്ങളെല്ലാം ഞങ്ങൾ കേട്ടു. ഇനിയിപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഡാനി ചേട്ടൻ്റെ നല്ലൊരു പെർഫോമൻസ് സെൻ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് താങ്കളുടെ വിലപ്പെട്ട സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. അപ്പോൾ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പാട്ടും പറച്ചിലുമായി മറ്റൊരു അതിഥിയുമായി എത്തുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം.